ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് റേഷ്യൻ പ്രപ്പോർഷൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 2. പാർട്ട് 1 നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 40, 10 എന്നീ സംഖ്യകളുടെ മാധ്യ അനുപാതം എത്ര? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എ ബി എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മാധ്യാനുപാതം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പറുകളുണ്ട്. ഈ നമ്പറുകളുടെ മാധ്യാനുപാതം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് അതിൻ്റെ മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് ആ രണ്ട് നമ്പർ. ഓക്കെ, അപ്പോൾ 40 ഇൻറ്റു 10 എത്ര വരും? റൂട്ട് 400 അല്ലേ? റൂട്ട് 400 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 200 നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 45, 20 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം എത്ര? അപ്പോൾ മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? എ ബി എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ മാധ്യാനുപാതം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആയിരിക്കും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 45 ഇൻറ്റു 20. 45 ഇൻറ്റു 20 എത്രയാണ്? 45 2 90. പിന്നെ ഒരു 0 ഇട്ടാൽ പോരെ. അപ്പോൾ 900 ആണ് 45 ഇൻറ്റു 20. അപ്പോൾ 900. റൂട്ട് 900 എത്രയാണ്? 30 അല്ലേ ആൻസർ? 30. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18, 8 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം എത്ര? നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് ആ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, റൂട്ട് ഓഫ് 18 ഇൻറ്റു 8 എത്രയാണ്? 144 അല്ലേ? 144 ആണ് 18 ഇൻറ്റു 8. 144 എന്തിൻ്റെ സ്ക്വയറാണ്? 12ൻ്റെ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 12. അപ്പോൾ 18 ഇൻറ്റു 8 144. അപ്പോൾ മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. രണ്ട് നമ്പർ തന്നാൽ അതിൻ്റെ മാധ്യാനുപാതം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ആ നമ്പറിൻ്റെ പ്രോഡക്റ്റ്. ആ രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് 4-ാം അനുപാതം കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് നമ്പറായിരിക്കും തരുന്നത്. രണ്ട് നമ്പറേ ഉണ്ടാവുള്ളൂ. രണ്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് മാധ്യാനുപാതം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4-ാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 3 നമ്പറായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് 4-ാം അനുപാതം എന്ന് പറഞ്ഞാൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഓക്കെ, ഫോർത്ത് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 4-ാം അനുപാതം എന്ന് പറഞ്ഞാൽ 4-ാം അനുപാതം സമം എന്താണെന്നറിയോ? രണ്ടാമത്തെ നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 3 നമ്പറായിരിക്കും നമുക്ക് തരുന്നത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒന്നാമത്തെ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? അതാണ് നമ്മുടെ 4-ാം അനുപാതം. നമുക്ക് നോക്കാം എത്ര കിട്ടുന്നതെന്ന് നോക്കിയേ. അതാ രണ്ടാമത്തെ നമ്പർ എത്രയാണ്? 6. ഒന്നാമത്തെ നമ്പർ എത്രയാണ്? മൂന്നാമത്തെ നമ്പർ എത്രയാണ്? 9 ബൈ ഒന്നാമത്തെ നമ്പർ ബൈ 3. എത്ര വന്നു? 6 ഇൻറ്റു 9 ബൈ 3 എത്രയാണ്? 18 ബൈ 3 എത്രയാണ്? 6 എന്ന് കിട്ടും നമുക്കല്ലേ? അല്ല, സോറി, 6 ഇൻറ്റു 9 വേണ്ടല്ലോ. 6 ഇൻറ്റു 9 54. 54 ബൈ 3 54 ബൈ 3. ഓക്കെ, 54 ബൈ 3 എന്ന് പറഞ്ഞാൽ അല്ലേ വേണ്ട, ഇവിടെ തന്നെ കട്ട് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് 3ഉം 6ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 വരും അല്ലേ? അപ്പോൾ 9 2 18. കണ്ടോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് 18 നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്നാ ചെയ്താൽ മതി? ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടേം ഇൻറ്റു മൂന്നാമത്തെ ടേം ബൈ ഫസ്റ്റ് ടൈം. 2 ഇൻറ്റു 3 അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഇൻറ്റു തേർഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം ചെയ്താൽ നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ 4 അനുപാതം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 15, 25 എന്നാണ് നമുക്ക് സംഖ്യകൾ തന്നേക്കുന്നത്. 4 അനുപാതം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ ടൈമുണ്ട്, രണ്ടാമത്തെ ടൈമുണ്ട്, മൂന്നാമത്തെ ടൈമുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് ഇൻറ്റു മൂന്നാമത്തേത് ബൈ ഒന്നാമത്തേത് അല്ലേ? എങ്ങനെയല്ലേ? ഇതാ 15 ഇൻറ്റു 25 ബൈ 5. ഈ 5ഉം 15ഉം വെട്ടിയിട്ട് 3 അല്ലേ? 5 3 15, 25 3 എത്രയാണ്? 75. ഇപ്പോൾ നമ്മുടെ ആൻസർ ഇതാ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7, 21, 9 എന്നീ സംഖ്യകളുടെ 4-ാം അനുപാതം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം 7 ആണ്. സെക്കൻഡ് ടൈം 21 ആണ്. തേർഡ് ടൈം 9 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ആൻസർ? 21 ഇൻറ്റു 9 അല്ലേ? സെക്കൻഡ് ടൈം ഇൻറ്റു തേർഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. അപ്പോൾ 7 3 അല്ലേ 21.
അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 3 × 3 9 എന്ന് കിട്ടി. അപ്പോൾ 9 ആണ്. അയ്യോ തെറ്റിയിലൂടെ ഇവിടെ 9 അല്ലേ? ഓക്കെ. 21 × 9/7 അല്ല, 21 × 9/7 3 21 നമ്മുടെ ആൻസർ. 9 × 3 27. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്രയാണ്? 4, 12 എന്ന സംഖ്യകളുടെ ഇതാണ്. ഓക്കെ, 4, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം. ഓക്കെ, നമ്മളിപ്പോൾ 4 അനുപാതം കഴിഞ്ഞു. അപ്പോൾ മധ്യാനുപാതം എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച? √AB. ഫോർത്ത് പോർഷൻ 4 അനുപാതം എങ്ങനെ കണ്ടുപിടിച്ചത്? 4 അനുപാതം കണ്ടുപിടിക്കാൻ നമുക്ക് 3 നമ്പർ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ ബൈ ഒന്നാമത്തെ നമ്പർ ചെയ്തപ്പോൾ നമുക്ക് 4 അനുപാതം കിട്ടി. ഇനി 3 അനുപാതം കിട്ടാനായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ, സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് നമ്പർ. അതായത് നമുക്ക് 2 നമ്പറുകളായിരിക്കും തരുന്നത് കേട്ടോ. 2 നമ്പറായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഈ 2 നമ്പറിൽ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൂന്നാം അനുപാതം. മനസ്സിലായി? ഇപ്പോൾ ഒന്നോടെ ഞാൻ പറയാം. മധ്യാനുപാതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ആ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ്, √AB, സ്ക്വയർ റൂട്ട് ഓഫ് ആ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് മധ്യാനുപാതം കിട്ടും. 4 അനുപാതം കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ. അപ്പോൾ 4 അനുപാതം കിട്ടും. 3 അനുപാതം കിട്ടാനായിട്ട് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ ബൈ ഒന്നാമത്തെ നമ്പർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് വരുമെന്ന്? രണ്ടാമത്തെ നമ്പർ എത്രയാണ്? 12 അല്ലേ? 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12/4 അല്ലേ? 4, 3, 12. 12, 3 എത്ര വരും? അപ്പോൾ 36. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 36 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5, 15 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം. മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ? സ്ക്വയർ ബൈ ഒന്നാമത്തെ നമ്പർ. 5, 3, 15 അല്ലേ? 15, 3 എത്രയാ? 45. ഓപ്ഷൻ ബി ആണ് ആൻസർ. 45. അടുത്ത ക്വസ്റ്റ്യൻ, 7, 21 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്ര? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ ബൈ ഒന്നാമത്തെ നമ്പർ. ഓക്കെ, അപ്പോൾ 7, 3, 21. 21, 3 എത്രയാണ്? 62 അല്ലേ? 62 അല്ല, 21 തെറ്റുണ്ടല്ലോ. അല്ല, 62 അല്ല, 63 അല്ലേ? ഓക്കെ, 21, 3, 63. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് അല്ലേ? നമ്മുടെ കയ്യിൽ സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ചെയ്യാമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൂന്നാം അനുപാതം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2, 8 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്രയാണ്? സെക്കൻഡ് നമ്പർ എത്ര? 8. 8ൻ്റെ സ്ക്വയർ ബൈ ഒന്നാമത്തെ നമ്പർ ബൈ 2. അതാ 4, 2, 8 അല്ലേ? 8, 4, 32. ഓക്കെ, 32. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 3, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്ര? അപ്പോൾ എന്താണ്? രണ്ടാമത്തെ നമ്പർ 12 അല്ലേ? അപ്പോൾ 12 × 12/3 അല്ലേ? അപ്പോൾ 3, 4, 3, 12. 12, 4, 48 നമ്മുടെ ആൻസർ. 48 ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാറ്റേൺ കഴിഞ്ഞു. നമ്മുടെ അനുപാതങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത പാറ്റേൺ ആണ്. നിങ്ങൾക്ക് 2A = 3B = 5C എന്ന് തന്നാൽ A:B:C കണ്ടുപിടിക്കാൻ പറയും. ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് സാധാരണ. 2A 3B 5C ആണെങ്കിൽ A:B:C കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് A കണ്ടുപിടിക്കാനായിട്ട് A എന്ന് പറഞ്ഞാൽ Aയുടെ ടൈമിനെ അങ്ങ് മാറ്റിയേക്കാം. B × C ചെയ്താൽ മതി. അപ്പോൾ B എങ്ങനെയായിരിക്കും? A × B. C എങ്ങനെയായിരിക്കും? അല്ല, A × C. C എങ്ങനെയായിരിക്കും? A × B. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാൻ. നമുക്ക് A കണ്ടുപിടിക്കാനായിട്ട് ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക? A ഇല്ലാത്ത ടൈമുകൾ ബിയും സിയും. B കണ്ടുപിടിക്കാനായിട്ട് എയും സിയും. ഓക്കെ, C കണ്ടുപിടിക്കാനായിട്ട് എയും ബിയും. ആ ഇല്ലാത്ത ടൈം, അതായത് നമ്മൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ആ സാധനത്തിനെ അങ്ങ് മാറ്റുക. നമുക്ക് ആകെ 3 എണ്ണമല്ലേ ഉള്ളൂ. ABC അല്ലേ ഉള്ളൂ. ABC A കണ്ടുപിടിക്കാനായിട്ട് ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക, B കണ്ടുപിടിക്കാനായിട്ട് എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക, C കണ്ടുപിടിക്കാൻ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിവിടെ നോക്കാം. അതാ A = ഇവിടെ എന്ത് വരും? A =
3 ഇൻറ്റു 5 അല്ലേ? ബീൻ്റെ ടൈം 3 അല്ലേ? സീൻ്റെ ടൈം 5 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 5 15 എന്ന് കിട്ടും. ബി കണ്ടുപിടിക്കാനോ എ ഇൻറ്റു സി അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 5 10 അല്ലേ? സി കണ്ടുപിടിക്കാനായിട്ട് എ ഇൻറ്റു ബി അല്ലേ? എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 6. അപ്പോൾ നമുക്ക് നോക്കിയ ആൻസർ 15:10:6 കിട്ടിയെന്ന് നോക്കിയാൽ 15:10:6 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാ 3A = 4B = 5C എങ്കിൽ A:B:C എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് A = BC, B = AC, C = AB അല്ല, എങ്ങനെയല്ല ഇക്വേഷൻ. അപ്പോൾ B എത്ര ഇവിടെ 4, C എത്ര 5, അപ്പോൾ 20 എന്ന് കിട്ടി. ഇനി ബി കണ്ടുപിടിക്കാനായിട്ട് 3 5 15, ഇനി 3 4 3 12. അപ്പോൾ നോക്കിയേ 20:15:12 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താ 2A = 3B = 4C, A:B:C എത്ര? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A = BC, B = AC, C = AB. ഓക്കെ, BC 3 ഇൻറ്റു 4, അപ്പോൾ A = 12 എന്ന് കിട്ടും. ഇനി B = 2 ഇൻറ്റു 4 8 എന്ന് കിട്ടും. C = 2 ഇൻറ്റു 3 6. അപ്പോൾ എത്രയാണ്? 12:8:6. ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ഓപ്ഷൻ? 12:8:6 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും? ഒരു 2 വെച്ച് കട്ട് ചെയ്താൽ 6:4:3 എന്ന് കിട്ടും. 6:4:3 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 2A = 5B = 7C എന്നാൽ A:B:C എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കാനായിട്ട് B ഇൻറ്റു സി, ബി കണ്ടുപിടിക്കാനായിട്ട് AC, സി കണ്ടുപിടിക്കാനായിട്ട് AB. ഇതാ BC എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ബി എത്രയാ? 5 ഇൻറ്റു 7 7 5 35. ഇനി AC 2 ഇൻറ്റു 7 14, AB 2 ഇൻറ്റു 5 10. അപ്പോൾ 35:14:10 എൻ്റെ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 3A = 4B = 9C എന്നാൽ A:B:C എത്ര? അപ്പോൾ A = എന്താ നമ്മുടെ ആൻസർ? BC, B = AC, C = AB നോക്കാം. അപ്പോൾ A = B എത്രയാ? 4 ഇൻറ്റു 9 36. ഇനി A എത്രയാ? 3 ഇൻറ്റു 9 27. ഇനി C കണ്ടുപിടിക്കാനായിട്ട് 3 ഇൻറ്റു 9 എത്രയാ? 3 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 27 അല്ലേ? 3 ഇൻറ്റു 9 അല്ല, 3 ഇൻറ്റു 4 3 ഇൻറ്റു 4 3 12. ഇവിടെ 12. ഇനി നമ്മൾ ഇതിനെല്ലാത്തിനും ഒരു 36:27:12 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ അതൊന്നും ഇല്ല. ഒരു 3 വെച്ച് കട്ട് ചെയ്ത് തന്നെ കിട്ടും. 36 എന്ന് പറയുമ്പോൾ 12 ആവും, 9 ആകും, 4 ആകും. 12:9:4 12:9:4 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് 5A = 6B = 7C. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ. 5A = 6B = 7C, A = BC, B = AC, C = AB. ഓക്കെ, അപ്പോൾ BC എത്രയാ? 6 ഇൻറ്റു 7 7 42. AC 5 ഇൻറ്റു 7 35. ഇനി AB C = AB അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 5 30. അപ്പോൾ എത്ര കിട്ടി? 42:35:30 35:30 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ A/2 = B/3 = C/4 എങ്കിൽ A:B:C എത്ര? ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫ്രാക്ഷനായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ ഡിവൈഡഡ് ബൈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഈ കിടക്കുന്ന സാധനങ്ങൾ 2 ഇത് 2ൻ്റെ ആയിരിക്കും, ഇത് 3ൻ്റെ ആയിരിക്കും, ഇത് 4ൻ്റെ ആയിരിക്കും. 2:3:4 കണ്ട, 2:3:4 ഡിനോമിനേറ്റർ എടുത്ത് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഡിനോമിനേറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ 2:3:4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
A/3 ഈസ് ഈക്വൽ ടു B/4 ഈസ് ഈക്വൽ ടു C/5. ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. എയുടെ താഴെ കിടക്കുന്ന അവിടെ എഴുതുക. ഇതാ എയുടെ താഴെ കിടക്കുന്ന എഴുതി, ബിയുടെ താഴെ കിടക്കുന്ന എഴുതി, സിയുടെ താഴെ കിടക്കുന്ന എഴുതി. 3:4:5 കണ്ടാ, 3:4:5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ A/5 ഈസ് ഈക്വൽ ടു B/7 ഈസ് ഈക്വൽ ടു C/9 ആണെങ്കിൽ A:B:C എത്ര? എന്ത് ചെയ്താൽ മതി? താഴെ കിടക്കണം എഴുതിയാൽ പോരെ. അപ്പോൾ 5:7:9. 5:7:9 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ A/2 ഈസ് ഈക്വൽ ടു B/3 ഈസ് ഈക്വൽ ടു C/4 എങ്കിൽ A+B+C/B എത്ര? സിമ്പിളാണ്. ഇവിടെ A എത്രയാ? A2 എന്ന് കൊടുക്കുക, B3 എന്ന് കൊടുക്കുക, C4 എന്ന് കൊടുക്കുക. ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ A+B+C എന്ന് പറയുമ്പോൾ എന്തോരും 2+3+4 B എത്രയാ? 3. അപ്പോൾ 5 4 9/3. 3 3 9. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ രീതിയിലല്ലാതെ നിങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ഇവിടെ എത്രയാ? A എത്രയാ? 3 എന്ന് കിട്ടി, B4 എന്ന് കിട്ടി, C ഈസ് ഈക്വൽ ടു 5 അല്ലേ? A/3 ഈസ് ഈക്വൽ ടു B/4 ഈസ് ഈക്വൽ ടു C/5 എങ്കിൽ A+B+C/A എന്താണ് ക്വസ്റ്റ്യൻ? A ഈസ് ഈക്വൽ ടു 3, B ഈസ് ഈക്വൽ ടു 4, C ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുക. അപ്പോൾ 3 + 4 + 5 A എത്രയാ? 3. 5 4 9 3 12/3. 4 3 12. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വീണ്ടും അതുപോലത്തെ A/8 ഈസ് ഈക്വൽ ടു B/7 ഈസ് ഈക്വൽ ടു C/5 എങ്കിൽ A+B+C/C എന്ത്? ഇവിടെ A എത്രയാ? 8, B ഈസ് ഈക്വൽ ടു 7, C ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എത്ര കിട്ടും? 8 + 7 + 5/5. 8 8 7 5 12, 8 20 അല്ലേ? 20/5 അല്ല, 20/5 വരുമ്പോൾ എത്ര വരും? 4 അല്ലേ? 4 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു ക്ലാസ്സിനോടെ ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.